കേരളത്തിലെ ശത്രുക്കൾ തമിഴ്നാട്ടിലെ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധി നിലവാരം കോൺഗ്രസ്സുകാർക്കും മാർക്സിസ്റ്റുകാർക്കും മുസ്ലിം ലീഗിനും SDP-ക്കും CPI-ക്കും CPM-നും നല്ല പോലെ അറിയാവുന്ന കാര്യമാണ്. ഇവർക്കൊക്കെ ഇത്രയും ബുദ്ധിയുള്ളതെന്ന് അവർക്ക് വളരെ നല്ല ധാരണയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും SDP-യും ഒക്കെ തമ്മിലടിക്കുന്നതായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ കോൺഗ്രസും CPM-ഉം CPI-യും SDP-യും മുസ്ലിം ലീഗും അങ്ങനെ അവർ ഭയങ്കര ഐക്യത്തിലാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിനെ ഒരു മുന്നണിയിൽ നിന്ന് അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ ഇവർ പരസ്പര ശത്രുക്കളാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വെട്ടിക്കൊല്ലും. എന്നാൽ കേരളത്തിൽ നിന്ന് വെറും 60 കിലോമീറ്റർ ദൂരത്തേക്ക് പോയാൽ ഇവർ ഭയങ്കര മിത്രങ്ങളാണ്. ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ദേശീയ രാഷ്ട്രീയത്തിൽ ഇവർ ഇന്ത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികളാണ്. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് ഐക്യപ്പെടാൻ പറ്റുന്നില്ല? കേരളത്തിലെ രാഷ്ട്രീയം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇവർ രാഷ്ട്രീയപരമായിട്ട് ഒരു ശത്രുതയില്ല. കേരളത്തിലെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ രാഷ്ട്രീയം ഇവിടെ അരങ്ങേറാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. പക്ഷെ മലയാളിക്ക് ഇന്നും സൂര്യൻ ഉദിക്കാത്ത കാലമാണ്. അവരുടെ തലയിൽ ഇന്നും സൂര്യൻ ഉദിച്ചിട്ടില്ല. അവർക്ക് വിവരമില്ല. അങ്ങനെ വേണം പറയാൻ. മലയാളിക്ക് വിവരമില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് കേരളത്തിൻ്റെ പുറത്ത് എന്താണ് നടക്കണതെന്ന് അറിയാഞ്ഞിട്ടല്ല. അവർ കേരളത്തിലേക്ക് വന്ന പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPM-ഉം ഈ മുസ്ലിം ലീഗും SDP-യും കേരളത്തിന് പുറത്ത് ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? കേരളത്തിൽ ഒന്നിക്കാൻ പാടില്ല എന്നും കേരളത്തിൻ്റെ പുറത്ത് ഇവർക്ക് ഒന്നിച്ച് തോളോട് തോള് ചേർന്ന് മത്സരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഒരു രാഷ്ട്രീയ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ രഹസ്യമായിട്ട് ഇവർ ഒന്നാണ്. എന്നാൽ BJP അവിടെ ഒറ്റകക്ഷികളിലും കൂടെ ചേർന്നിട്ടില്ല. BJP ആണ് ശരിക്കും കേരളത്തിൻ്റെ ബദൽ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസും CPM-ഉം CPI-യും ലീഗൊക്കെ ഈ പാലക്കാട് കഴിഞ്ഞ ഒന്നാന്ന്. ഒരു രാഷ്ട്രീയവും അവരെ സംബന്ധിച്ചിട്ട് അലട്ടുന്നില്ല. മലയാള പത്രങ്ങൾ എടുത്തു പറയാതിരിക്കാൻ പാടില്ല. എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പത്രങ്ങൾ ഇവരെ ഒന്നിച്ചാൽ മത്സരിക്കണമെന്ന് മലയാളിയോട് പറയണില്ല. എന്താ കാരണം അറിയോ? കോടാനുകോടി രൂപയുടെ പരസ്യങ്ങളാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ മുന്നണികൾ ഇത്തരം ചില രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്നതിനെ പരസ്യമാർഗത്തിലൂടെ പണം കൊടുക്കുന്നുണ്ട്. ഓരോ പത്രത്തിനും കോടാനുകോടി രൂപ അവരുടെ ഓഫീസിലും അവരുടെ മുതലാളിയുടെ കയ്യിൽ വരും. കേരളത്തിൻ്റെ പുറത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും SDP-യും CPI-യും എല്ലാവരും ഒന്നിച്ചാണ് മത്സരിക്കണമെന്ന് കേരളത്തിൽ ഇന്നേ വരെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് അവിടെ പത്രപ്രവർത്തകരില്ലാഞ്ഞിട്ടാണോ അവർക്ക് ബ്യൂറോ ഇല്ലാഞ്ഞിട്ടാണോ എന്നല്ല. ചില കാര്യങ്ങൾ അവർ പറയില്ല.